ഹായ് ഓൾ, വെൽക്കം ടു പ്രിവ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് കോൺക്രീറ്റ് ടെക്നോളജീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. എന്നാലും നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. കോൺക്രീറ്റ് എന്ന് പറയുന്ന പോർഷനും അതുപോലെ സിമെൻറ്റും എല്ലാം നമ്മളുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോർഷനിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്? വർക്കബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ വർക്കബിലിറ്റി തന്നിരിക്കുന്ന ടെസ്റ്റുകളിൽ ഏതാണ് വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാത്തത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് വർക്കബിലിറ്റി, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഓക്കെ, ഒരു കോൺക്രീറ്റ് വർക്കബിൾ ആണ് എന്ന് പറയുന്നത് നമുക്കതിനെ ഈസി ആയിട്ട് മിക്സ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു കോൺക്രീറ്റിനെ വർക്കബിൾ ആണ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്രഷ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് മീൻസ് ദ ഈസ് ഓഫ് മിക്സിങ്, ട്രാൻസ്പോർട്ടിങ് ആൻഡ് പ്ലേസിങ്. സോ ഈ വർക്കബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിനെ കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ട് വരുന്ന ഫാക്ടേഴ്സുകൾ വർക്കബിലിറ്റീനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് വാട്ടർ കണ്ടൻറ്റ്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ. ഇത് മൂന്നും മെയിൻലി വർക്കബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുകൂടാതെ കോഴ്സ് അഗ്രിഗേറ്റ്, നമ്മൾ ആ മിക്സ്ചറിനകത്ത് യൂസ് ചെയ്യുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസും കൂടെ നമ്മുടെ വർക്കബിലിറ്റി, കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി. ഇനി വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കോൺക്രീറ്റ് വർക്കബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെസ്റ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫീൽഡിലായാലും അതുപോലെ തന്നെ ലബോറട്ടറിയിലായാലും ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് വർക്കബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ. ഏതൊക്കെ ടെസ്റ്റാ? സ്ലം ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, VB ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ് ആൻഡ് കെല്ലി ബോൾ ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സ്ലം ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മോസ്റ്റ് കോമൺലി ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ലം ടെസ്റ്റാണ്. ഒരു വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ലം ടെസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കിത് ലബോറട്ടറിയിൽ വെച്ചിട്ടും ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസിറ്റു ആയിട്ടും നമുക്ക് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഐദർ ഇൻ ലബോറട്ടറി ഓർ അറ്റ് സൈറ്റ് ഓഫ് വർക്ക്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇതൊരു വെരി വെറ്റായിട്ടുള്ള, വളരെ വെറ്റ്നെസ് കൂടിയിട്ടുള്ള ഒരു കോൺക്രീറ്റിനും അതുപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള കോൺക്രീറ്റിനും നമുക്ക് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ ഒരു ഗുഡ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. സോ എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ വെരി വെറ്റ് അല്ലെങ്കിൽ വെരി ഡ്രൈ കോൺക്രീറ്റ് ആൻഡ് സ്റ്റിഫ് മിക്സ്. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ കോൺക്രീറ്റ് എന്താണ് സ്ലംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ സ്ലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പാരറ്റസ് ഉണ്ട്. സ്ലം കോൺ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ സ്ലം കോൺ ഉള്ളത്. ഇതിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് ഓർത്തിരിക്കണം. ബോട്ടം ഡയമീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ, ടോപ്പ് ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദ മോൾഡ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. ഇതാണ് സ്ലം കോൺ. നമ്മൾ സ്ലം ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ മൗൾഡ് നമുക്കറിയാം. നമ്മൾ ഇതിനകത്തേക്ക് ഈ സ്ലം കോൺ അപ്പാരറ്റസിനകത്തേക്ക് നമ്മളുടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു. 4 ലെയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഓരോ ലെയറും 1/4 ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ മോൾഡ് ആയിരിക്കും. അതിനുശേഷം ഓരോ മോൾഡും നമ്മൾ 25 ബ്ലോസ് വെച്ചിട്ട് നല്ല പോലെ ടാമ്പ് ചെയ്യുന്നു. ടാമ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു അപ്പാരറ്റസ് പെട്ടെന്ന് തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ ഉയർത്തുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു നമ്മൾ ഫില്ല് ചെയ്ത കോൺക്രീറ്റിൻ്റെ ടോപ്പിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം കോൺക്രീറ്റ് സബ്സൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടെ സബ്സൈഡ് ചെയ്യുന്ന കോൺക്രീറ്റിനെയാണ് നമ്മൾ സ്ലംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ആ സബ്സിഡൻസിനെയാണ് നമ്മൾ സ്ലംപ് എന്ന് പറയുന്നത്. That is the difference between the height of the mold and the subsidence is called slump. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് സ്ലംപ്. ഇനി ഈ സ്ലംപിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്കത് ഏത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നതാണ് ഈ ടേബിൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 20 to 40 mm ആയിരിക്കും സ്ലംപ് വാല്യൂ എന്ന് പറയുന്നത്. ബീംസ് ആൻഡ് സ്ലാബിൻ്റെ കേസിൽ 50 to 100 mm. നോർമൽ RCC വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ കോൺക്രീറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ 80 to 150 ആയിരിക്കും വാല്യൂസ്. ആൻഡ് മാസ് കോൺക്രീറ്റിൻ്റെ കേസിൽ 25 to 50 mm ആൻഡ് കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് 10 to 20 mm, 25 mm ആൻഡ് ഇംപെർമിയബിൾ വർക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 75 to 120 mm. ഇതൊക്കെയാണ് സ്ലം ടെസ്റ്റിന് അണ്ടറിൽ വരുന്നത്. അടുത്ത ടെസ്റ്റ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ദ വർക്കബിലിറ്റി, ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നു in terms of internal energy required to compact the concrete thoroughly. ആ ഒരു കോൺക്രീറ്റിനെ നല്ല തറവായിട്ട് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഇൻറ്റേർണൽ എനർജി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നോ അതിൻ്റെ ടേംസിലാണ് നമ്മൾ ഇവിടെ ഈ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റിനകത്ത് വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് കണ്ടുപിടിക്കുന്നത്. ഈ കോമ്പാക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡെൻസിറ്റി റേഷ്യോ എന്ന് നമുക്ക് പറയാം. ഈ ഡെൻസിറ്റി റേഷ്യോ, ഓക്കെ, ഡെൻസിറ്റി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ആക്ച്വലി അച്ചീവ്ഡ് ഇൻ ദ ടെസ്റ്റ് ടു ദ ഡെൻസിറ്റി ഓഫ് സെയിം കോൺക്രീറ്റ് ടു ഫുള്ളി കോമ്പാക്റ്റഡ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നൊരു ഫാക്ടർ കിട്ടും. ഈ ഫാക്ടർ പിന്നെ വർക്കബിലിറ്റി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന കോമ്പാക്ഷൻ ഫാക്ടറിൽ ഇവിടെ കണ്ടോ ഓരോ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓരോ വാല്യൂസ് കാണാൻ പറ്റും. കോമ്പാക്ഷൻ ഫാക്ടറിന് നമുക്ക് 0.95 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ? അതൊരു ഫ്ലോയിങ് കോൺക്രീറ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഫ്ലോയിങ് കോൺക്രീറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതൊരു ഹൈലി വർക്കബിൾ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് മിക്സ് ആയിരിക്കും. ഇനി അതല്ല, അതിൻ്റെ വാല്യൂ അറൗണ്ട് 0.92 ആണെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് കോൺക്രീറ്റിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് കോൺക്രീറ്റ്. ഈ പ്ലാസ്റ്റിക് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്കബിലിറ്റി എങ്ങനെ ആയിരിക്കും? ഒരു മീഡിയം വർക്കബിൾ. നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം വർക്കബിൾ ആയിരിക്കും. ഇനി 0.89 ആണ് നമ്മളുടെ വാല്യൂ എന്നെങ്കിൽ അതും പ്ലാസ്റ്റിക് കോൺക്രീറ്റ് തന്നെ, പക്ഷേ അവിടെ വർക്കബിലിറ്റി ഒന്നുകൂടെ കുറവായിരിക്കും. ദാറ്റ് ഈസ് ലോ വർക്കബിലിറ്റി ആയിരിക്കും. 0.85 എന്ന് പറയുന്ന 0.89 എന്ന് പറയുന്ന ഒരു വാല്യൂ കോമ്പാക്ഷൻ ഫാക്ടറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇനി 0.75 ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റിഫ് കോൺക്രീറ്റ് ആണ്. സ്റ്റിഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പറയാം അതൊരു വെരി ലോ വർക്കബിലിറ്റി ആയിരിക്കും. സോ ഈ കോമ്പാക്ഷൻ ഫാക്ടർ കിട്ടുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വർക്കബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഈ ടെസ്റ്റ് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആയിട്ടാണ്. പക്ഷേ സംടൈംസ് നമ്മളിത് ഫീൽഡിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് VB ടെസ്റ്റാണ്. ഓക്കെ, VB ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗുഡ് ലാബോറട്ടറി ടെസ്റ്റാണ്. ഇതൊരു ലബോറട്ടറി ടെസ്റ്റാണ്. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് വർക്കബിലിറ്റിയാണ് നമുക്ക് ഈ VB ടെസ്റ്റിനകത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വർക്കബിലിറ്റി കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഒരു ടൈം, ഓക്കെ, ഒരു ടൈമാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. ടൈം ഇൻ സെക്കൻഡ് നോട്ട് ചെയ്യുന്നു. എപ്പോൾ ഉള്ള ടൈമാണ് നമ്മൾ നോട്ട് ചെയ്യുക? ദ ഷേപ്പ് ഓഫ് ദ കോൺക്രീറ്റ് ചേഞ്ചസ് ഫ്രം സ്ലം കോൺക്രീറ്റ് ഷേപ്പ് ടു സിലിണ്ട്രിക്കൽ ഷേപ്പ് ഇൻ സെക്കൻഡ് ഈസ് നോൺ ആസ് VB ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലം ടെസ്റ്റിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ലം ഷേപ്പിൽ കോൺക്രീറ്റ് ഫിൽ ചെയ്യുന്നു അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നു. അത് നമ്മളൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു പോട്ടിൽ ഫില്ല് ചെയ്തതിന് ശേഷം നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കറിയാം ഓഫ് കോഴ്സ് വൈബ്രേഷൻ കാരണം ഈ നമ്മളുടെ ഈ ഒരു സ്ലം ഷേപ്പിലുള്ള കോൺക്രീറ്റ് ഈ ഷെയ്ക്ക് ചെയ്യുന്നത് കാരണം സിലിണ്ട്രിക്കൽ ഷേപ്പിലോട്ട് മാറും. ആ സിലിണ്ട്രിക്കൽ ഷേപ്പിലോട്ട് മാറാനെടുക്കുന്ന അത്രയും ടൈമിനെയാണ് നമ്മൾ VB ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ആ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വർക്കബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ VB ടൈം ഓഫ് 5 to 3 seconds ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സ്റ്റിഫായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിഫ് പ്ലാസ്റ്റിക് കോൺക്രീറ്റ് ആയിരിക്കും. ഒരു സ്റ്റിഫ് പ്ലാസ്റ്റിക് കോൺക്രീറ്റ് ആയിരിക്കും അബൌട്ട് മീഡിയം വർക്കബിൾ ആയിട്ടുള്ളത്.
ഇനി നമുക്ക് കിട്ടുന്ന ഈ വി ബി ടൈം എന്ന് പറയുന്നത് ഒരു 10 to 15 seconds ആണെങ്കിൽ അത് വളരെ സ്റ്റിഫായിട്ടുള്ള കോൺക്രീറ്റ്, സ്റ്റിഫ് എന്ന് പറയുമ്പോൾ വർക്കബിലിറ്റി വളരെ കുറവായിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും നമുക്ക് 10 to 15 seconds നോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി വി ബി ടൈം ഓഫ് 18 to 10 seconds represents a very stiff concrete that is very low workability. അപ്പോൾ ഈ വി ബി ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വർക്കബിലിറ്റി കുറഞ്ഞു വരുന്നു അല്ലേ. നമുക്ക് 18 ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള വർക്കബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ലാബോറട്ടറി ടെസ്റ്റാണ്. എന്താ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോ ടെസ്റ്റാണ്. ഇതും ഒരു ലബോറട്ടറി ടെസ്റ്റാണ്. നമുക്ക് ഈ ഒരു ഫ്ലോ ടെസ്റ്റിനകത്ത് നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഫ്ലോ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നത്. ഓക്കെ, ദിസ് ഗിവ്സ് ആൻ ഇൻഡിക്കേഷൻസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് വിത്ത് റെസ്പെക്ട് ടു കൺസിസ്റ്റൻസി, കൊഹസീവ്നെസ് ആൻഡ് പ്രോൺനെസ് ടു സെഗ്രിഗേഷൻ. ഈ സെഗ്രിഗേഷനൊക്കെ ഒരു പ്രവണത കാണിക്കുന്ന മിക്സ്ചർ ആണോ നമ്മളുടെ ഈ കോൺക്രീറ്റ് മിക്സ്ചർ എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ഈ ഫ്ലോ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഈ ഫ്ലോ ടെസ്റ്റിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു സ്പ്രെഡ്, നമ്മൾ കോൺക്രീറ്റ് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കോൺക്രീറ്റിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് മെഷർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫ്ലോ വാല്യൂവിനെ നമ്മൾ വർക്കബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. സോ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദ ഫ്ലോ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു, നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു, നമ്മളുടെ കോൺക്രീറ്റ് സ്പ്രെഡ് ചെയ്യുന്നു. ആ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ഡയമീറ്റർ നമ്മൾ സെൻറ്റിമീറ്ററുള്ള വാല്യൂ നോക്കുന്നു. അതിൽ നിന്ന് 25 എന്ന് പറയുന്ന ഒരു നമ്പർ മൈനസ് ചെയ്ത് ദ ഹോൾ വാല്യൂ ഡിവൈഡഡ് ബൈ 25 into 100. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഏകദേശം 0 to 150 റേഞ്ചിലായിരിക്കും പെർസെൻറ്റേജ് നിൽക്കുന്നത്. ഓക്കെ, വാല്യൂ ലൈസ് ഇൻ ബിറ്റ്വീൻ 0 to 150%. ഇത് വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇതാണ് ഫ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ടെസ്റ്റും കൂടെ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെല്ലി ബോൾ ടെസ്റ്റ്. അത് ഒരു സിമ്പിൾ ടെസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡൻറ്റേഷൻ മാർക്ക് മാത്രമേ അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ. സാധാരണ IS സ്പെസിഫിക്കേഷൻ കവർ ചെയ്യാത്ത ഒരു ടെസ്റ്റ് ആയത് കാരണം ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഇത് ഡിവൈസ് ചെയ്തിരിക്കുന്നത് കെല്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയത് കാരണം അതിൻ്റെ പേര് കെല്ലി ബോൾ ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ വേണ്ട. ഓക്കെ, അപ്പം ഇത്രയാണ് വർക്കബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു, ടെസ്റ്റുകൾ ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഏതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്? ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞതിൽ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് നമ്മൾ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോ ടെസ്റ്റും ഞാൻ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാറുണ്ട്. ഇനി എന്താ വി ബി ടെസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇതിനെ വി ബി ടെസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പറയുന്ന മറ്റൊരു പേര് വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് എന്നും കൂടെ പറയാറുണ്ട്. സോ ഓപ്ഷൻ A, C and D അതെല്ലാം വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഇതിനകത്ത് ഉപയോഗിക്കാത്തത് ഏതാ? ബ്ലെയിൻസ് ടെസ്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ B ആണ്. ബ്ലെയിൻസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്? നമുക്കറിയാം, സിമെൻറ്റിനകത്ത് ഫൈനസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിനെയാണ് ബ്ലെയിൻസ് ടെസ്റ്റ് എന്ന് പറയുക. ബ്ലെയിൻസ് ടെസ്റ്റിന് പകരമായിട്ട് നമ്മൾ ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രോൺനെസ് ടു സെഗ്രിഗേഷൻ ഓഫ് എ ഫ്രഷ് കോൺക്രീറ്റ് ഈസ് ബെറ്റർ ടെസ്റ്റഡ് ബൈ. നമ്മൾ ഈ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്നത് സ്ലം ടെസ്റ്റാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെഗ്രിഗേഷന് കൂടുതലായിട്ട് പ്രവണത കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തരുന്നത് ഏത് ടെസ്റ്റാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതാണ് ഫ്ലോ ടെസ്റ്റ്. അതൊരു ലാബോറട്ടറി ടെസ്റ്റാണ്. നമ്മൾ ഫ്ലോ ടെസ്റ്റിനകത്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്ലോ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് അതിനുശേഷം നമ്മളത് വർക്കബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. സോ ഇത്രയാണ് ഫ്ലോ ടെസ്റ്റിനകത്ത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വർക്കബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇത് നമുക്ക് കഴിഞ്ഞ 2020 February 6 നടന്നിട്ടുള്ള PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ എല്ലാ പോർഷനും നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുക. താങ്ക് യു.